ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്തിലാണ്. കൊല്ലം ചടയമംഗലം ഭാഗത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചടയമംഗലത്തിൽ തന്നെ നമ്മുടെ കൊല്ലത്തിൽ വരിക നമ്മൾ തീർച്ചയായും കണ്ടിരിക്കുക. എന്താ പറഞ്ഞാൽ അവങ്ങ വലിയ മലയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വലിയൊരു ജടായുവിൻ്റെ ശില്പം. അപ്പോൾ നമുക്ക് ജടായുവിൻ്റെ ശില്പം കാണാൻ വേണ്ടിയുള്ള പോവുകയാണ്. അതുപോലെ ചടയമംഗലത്തിൽ നമ്മൾ ശില്പത്തിൽ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരെ ഒരു ഏകദേശം 1 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ജടായു അർത്ത് സെൻ്ററിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തും. വണ്ടിയിൽ പാർക്കിങ്ങിൻ്റെ ചാർജ് ഗേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കാം. 30 രൂപ പാർക്കിംഗ് ചാർജ് എടുത്തതിന് ശേഷം നമ്മൾ ജടായു എർത്ത് സെൻ്ററിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊല്ലത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ടിയിരിക്കുന്ന ഒരു മെയിൻ സ്പോട്ടാണ് ഈ ജടായു എർത്ത് സെൻ്റർ എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസാണ്. തീർച്ചയായും നിങ്ങൾ കൊല്ലത്ത് വരും കാണാം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുക. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനെ കൊല്ലത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരനായ മാത്യുവും കൂടിയുണ്ട്. അപ്പോൾ റിസപ്ഷനിൽ തന്നെയാണ് ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നമ്മുടെ കൂട്ടുകാരൻ മാത്യു അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്ന് ഇവിടെ നടന്ന് കയറാനുള്ളത്. ഇവിടെ കേബിൾ കാറും ഉണ്ട് കേട്ടോ. കേബിൾ കാറിന് ഒരാൾക്ക് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 250 രൂപ നടന്ന് കയറുന്നത്. ഏകദേശം 826 പടികളുണ്ട്. അത് വളഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കയറണമെങ്കിൽ അങ്ങനെ കയറാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കേബിൾ കാർ കയറാൻ വേണ്ടി നമ്മളിപ്പോൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കും കയറാനുള്ള. അപ്പോൾ ഇവിടെ വലിയ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ ബാഗ് അലൗഡ് അല്ല, ഡ്രോൺസ് മറ്റു കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും അതിന് ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഉണ്ട്. നമ്മൾ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ കേബിൾ കാറിൻ്റെ സെക്ഷനിലേക്ക് അധികം നമ്മൾ കയറ്റി വരും. പക്ഷേ നമ്മൾ താഴത്ത് 250 രൂപ അടയ്ക്കാം. ഇവിടെ മൊത്തം അങ്ങനെയാണ്. ഇവിടെ കേബിൾ കാർ കയറുന്നതിന് ബാക്കിയുള്ള പൈസ ഇവിടെയാണ് അടയ്ക്കുന്നത്. ഇവിടെ അടച്ചതിന് ശേഷം ഇവിടെ ടിക്കറ്റ് കിട്ടും. ഈ ടിക്കറ്റും കൊണ്ട് വേണം നമ്മൾ കേബിൾ കാറിൻ്റെ ഇതിലേക്ക് പോവാം. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ഫ്രണ്ട്സ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് കാണിച്ച് നമ്മളോട് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ കോഫി ഷോപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന കേട്ടോ. വെള്ളമോ ബോട്ടിലോ കാര്യങ്ങളൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളൊരു 3 നില സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നാൽ മാത്രമേ കേബിൾ കാറിലേക്ക് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കയറി നമ്മളവിടെ ചെന്നു. അപ്പോൾ കേബിൾ കാറിൻ്റെ ക്യൂ ആട്ടോ. അപ്പോൾ അങ്ങനെ കേബിൾ കാർ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കേബിൾ കാർ തന്നെയാണത്. നമ്മൾ കേബിൾ കാറിൻ്റെ ഉള്ളിൽ കയറി ഞാനും എൻ്റെ കൂട്ടുകാരനും 64 ഏക്കർ ചുറ്റളവിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറി താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ താഴ്വാരത്തെ കാഴ്ചകൾ കണ്ട് രസിച്ച് നമുക്ക് മുകളിലേക്ക് പോവാം. നല്ലൊരു സീനറി ആട്ടോ, നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ ഈ കേബിൾ കാർ സഞ്ചരിച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ വന്നിറങ്ങിട്ടോ. നമ്മൾ ഇറങ്ങിയതിന് മുകളിലേക്ക് വന്നപ്പോൾ ജടായുവിൻ്റെ സ്റ്റാച്യു ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പക്ഷി ശില്പമാണ് കേട്ടോ ഒരു ശില്പമാണ്. അപ്പോൾ നിങ്ങൾ കൊല്ലത്ത് വരികയാൻ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് ഈ ജടായു എർത്ത് സെൻ്റർ. തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരിക, കാണുക. ഒരു എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു ശില്പം. കൊല്ലത്തിലെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കൂടുതൽ നോർത്ത് ഇന്ത്യൻ വിദേശികളൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റാണ്, നല്ലൊരു കാഴ്ചയാണ്. താഴ്വാരത്തിലെ കാഴ്ച കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇവിടെ നിന്ന് ചായ കോഫി കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. വെള്ളം ഇവിടെ വിശേഷ ദിവസങ്ങളിൽ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്ന ഒരു ഇടമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു രാമക്ഷേത്രമുണ്ട്. ശ്രീരാമൻ വന്ന് ജടായിക്കോട് ശ്രീരാമൻ്റെ കാൽപാദം പിറന്ന ഭാഗം ഇവിടെയുണ്ട്. ഇതാണ് രാമക്ഷേത്രം. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വഴിപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഇതിൻ്റെ നിർമ്മാണം തന്നെ, ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെ കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ്. ഇവിടെ വന്നൊരു പ്രത്യേക വൈബാണ് കേട്ടോ, അത് പറഞ്ഞു തരുന്ന. ഇതിൽ രാമൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലമാണ്. അങ്ങനെ ജടായിക്ക് മോക്ഷം കിട്ടിയ സ്ഥലം, രാമൻ്റെ പാദത്തിൻ്റെ അടയാളമാണ് ഈ കാണുന്നത് കേട്ടോ. വേനൽക്കാലത്ത് ഈവനിങ് ടൈമിലാണ് ഇവിടെ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം കേട്ടോ. ചൂടായതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ വരികയാണ് ഏറ്റവും ബെറ്റർ. ഈവനിങ് ടൈമിൽ വരുമ്പോൾ വേറൊരു ഗുണം, നല്ലൊരു സൺസെറ്റ് കാണാൻ കഴിയുന്നത് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഞാനിപ്പോൾ ഒരു 12 മണിക്കാണ് ഞാൻ ഇതിൽ, അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. കേബിൾ കാർ വരും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അതുമാത്രമല്ല, നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. സിനിമ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.